ആ ഇന്നത്തെ റാലിയിൽ റോഡ് ബ്ലോക്കായാലും ഇവർ വിചാരിച്ച് ഇന്ത്യൻ സിറ്റീസിനെ എന്നും തൂക്കാം. അപ്പോൾ ഇന്ത്യൻ സിറ്റീസിനെ തൂക്കണമെങ്കിൽ മിസ്റ്റർ സുഹൈൽ സാറേ ഇതിന് വാറൻറ്റും ഹാൻഡ് കപ്സും ഇല്ലാണ്ട് ഈ കടയിലേക്ക് എൻ്റെ കയറി വന്നിനെങ്കിൽ പട്ടാളത്തിനെ വരുത്തിക്കല് പട്ടാളം. അതുകൊണ്ട് സുഹൈൽ സാറ് ഇന്ന് പറഞ്ഞ വാക്ക് നീ പോയി പണി നോക്കടാന്നാണ്. അപ്പോൾ എത്ര ആൾ റാലിയിൽ ബുദ്ധിമുട്ടീനി, ആ ബുദ്ധിമുട്ടിനെ സീറ്റ് റിവഞ്ചാണ് ഇന്ത്യൻ സിറ്റിസൺ കൊടുക്കാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇനി ഏത് റാലിയാണ് റോട്ടുമിലേക്ക് കൂടി പിള്ളേർക്ക് കൊടുക്കൽ ഇന്ത്യൻ സിറ്റിസൺ നോക്കാം. കാരണം കോണ്ടാക്ട്സിൽ കാണിക്കാം എല്ലാം കാണിക്കാം. ഭയങ്കര രസമാണ്. കോണ്ടാക്ട്സിൽ ആൾക്കാരുടെ പേര് നോക്കാം. നല്ല രസമുണ്ട്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്സ്. ആരെല്ലാമാണ്? KV മനോജ് കുമാർ സാറ് ചെയർപേഴ്സണാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ചെയറും പേഴ്സണലാക്കിയിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. 2 നമ്പറെല്ലാം ഉണ്ട്. ഒരു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു പരാതി അയക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പാരൻസിന് ആർക്ക് പരാതി കൊടുക്കണം എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെ 18 വയസ്സുള്ള കുട്ടികളെ രാഷ്ട്രീയക്കാർ റിലീജിയൻസ് വല വീശുന്നുണ്ടെങ്കിൽ ഇതാണ് അഡ്രസ്സ്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ മറക്കണ്ട, ഇമെയിൽ ID അടുത്ത് തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് സ്വീറ്റ് റിവഞ്ചിലൂടെ നമുക്ക് പയങ്ങാടി സുഹൈൽ സാറിനെ കമ്മീഷൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിയും നമുക്ക് നോക്കാം. അപ്പോൾ ആരൊക്കെയുണ്ട് റാലികൾ സുന്ദരമായിട്ട് നടത്തിയ എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇന്ത്യൻ സിറ്റീസിന് നോ കോംപ്രമൈസ്. പക്ഷേ ഷക്കീർ എന്ന വ്യക്തിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല. പക്ഷേ ഇന്ത്യൻ സിറ്റീസൺ ആയിക്കഴിഞ്ഞാൽ നോ കോംപ്രമൈസ്, നോ മേഴ്സി. കുട്ടികൾ നാളത്തെ വാഗ്ദാനമാണ്.